മാധവി, നിന്റെ ജോലി തുലഞ്ഞു തന്നെ. ജോലി സമയത്ത് ഇങ്ങനെ ആടിപ്പാടി നടന്നാലേ ഏതെങ്കിലും മുതലാളി ജോലിക്ക് വെച്ചോണ്ടിരിക്കുവോ? നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടില്ല ഞാൻ പാടിയത്. എന്റെ ഈശ്വര, എന്റെ ജോലി പോവോ? ആർക്കറിയാം. നടക്കണേ. കുട്ടമ്മേശ്വരുടെ വീടല്ലേ? വിളിക്കൂ. ആ മാധവി എന്ന് പറയുന്നത് നിന്റെ മോളല്ലേ? അതെ, ഓർക്കണാകുന്നേ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ അങ്ങ് തോട്ടത്തിൽ വന്നപ്പോ അവള് പാട്ടും പാടി മുമ്പിൽ ചെന്ന് ചാടിയെന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാ അവള് പാടിയത്. ഇവിടെ കണ്ട കുട്ടികൾ അവിടെ താഴെയുള്ളതാണ്. അവളും കൂടി പാടുപെട്ടിട്ടാണ് ഞങ്ങൾ കഴിയണത്. ആ വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഈ കളി കളിക്കാമോ? ഈ പ്രാവശ്യത്തേക്കൊന്ന് മാപ്പ് കൊടുക്കണം. ഇനി ഒരിക്കലും. അവളെവിടെ? വിളിക്ക്. മാധവി, ഞാൻ അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാ. ആദ്യം ഒന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട. വിശ്വസിക്കാൻ അല്പം വിഷമം കാണും. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? മാധവിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വൈകിപ്പോയി മാധവി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. മാസങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു മാധവി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ നീ അത് മനസ്സിലാക്കിയില്ല. നിന്നോട് ഞാനത് പറഞ്ഞില്ല. തുറന്നു പറയാനുള്ള അവസരവും കാത്ത് ഞാൻ കഴിഞ്ഞു. വൈകിപ്പോകുമെന്ന് വിചാരിച്ചില്ല. നിനക്ക് നല്ലൊരാലോചന വന്നിരിക്കുന്നു. എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ. നീ ഭാഗ്യവതിയാണ്. നിനക്ക് നല്ലത് വരട്ടെ. എന്നെ മറന്നേക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യവും മറന്നേക്കൂ. എനിക്ക് ഇവിടെ കഴിച്ചു കൂട്ടാനാവില്ല. ദിവാരനൊന്നും തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. എന്നാലും വകയിലൊരു അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് ചോദിക്കാം. പാവപ്പെട്ട ആ പെണ്ണിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചെന്താ? ദിവാരനോട് ആരും ചോദിക്കില്ല. ദിവാരനൊന്നും പറയുമില്ല. പക്ഷെ എന്നോട് 4 മാന്യന്മാർ ചോദിച്ചൊന്നു വരും. അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും? തന്നിൽ എളിയവളെ കെട്ടാവൂ എന്ന് കാരണവന്മാർ പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. എന്റെ അച്ഛന്റെ ഗതികേട് എനിക്കുണ്ടായിക്കൂടാ. അങ്ങനെ ആ ചടങ്ങും ഭംഗിയായിട്ട് കഴിഞ്ഞു. റൈസാ സാറിന് ഇപ്പൊ അയച്ചേക്കാം. ഒരു ഫോട്ടോ എടുക്കാം. ഡേ ബാ 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 ബാ, ഒരു ഫോട്ടോ എടുക്കാം. ഭാഗ്യം എന്ന് പറയുന്നത് കണ്ണും മൂക്കും ചെവിടും ഇല്ലാത്ത ഒരു സാധനം. ഏതിലെ എപ്പം എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ മരണം എന്ന് പറയും പോലെ തന്നെ. കേട്ടു പറഞ്ഞതൊക്കെ. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദിവാകരൻ ഒരാണാണെങ്കിൽ മാധവി ഒരു പെണ്ണുമാണ്. ആ യോഗ്യത മതി അവൾക്ക്.
ഇരിക്കൂ. കഴിക്കാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും. വെജിറ്റബിൾ കട്ട്ലറ്റ്സ്, ചിക്കൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. താങ്ക്സ് സാർ. Enough. കൈകൊണ്ടു. ഇത് വെച്ച് കഴിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭരത്, ഭരത്. അങ്ങനെ ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൊണ്ട് പൊന്മുടിക്കൊരു പോക്കുപോയി. നിന്നെ നോക്കാൻ കാർത്തും ഉണ്ടായിരുന്നു കൂടെ. അവിടുന്ന് തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ ശവവുമായിട്ടാണ്. എങ്ങനെയാ അമ്മാവ എന്റെ അമ്മ മരിച്ചത്? പറയൂ കേശവമ്മാവ. കാല് തെറ്റി ഗർത്തത്തിലേക്ക് വീണുപോയെന്നാണ് പറഞ്ഞത്. എങ്ങനെ കാല് തെറ്റി? പറയില്ലല്ലേ? എനിക്കറിയാവുന്നവരെ ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കറിയാം? അവരോട് ചോദിക്കും. പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തീർക്കണമല്ലോ. അതിനുശേഷം നിന്റെ അച്ഛൻ നാവ് മുറിച്ചു കളഞ്ഞ പോലെയായി. ആട്ടവുമില്ല, മിണ്ടാട്ടവുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് പൊന്മുടി കാണണമെന്ന്. മറുപടിയും കിട്ടിയില്ലോ. കിട്ടി. പൊന്മുടി എന്ന പേര് പോലും കേൾക്കുന്നത് ദിവാകരന് ഇഷ്ടമല്ല. എന്തായാലും എനിക്കവിടെ പോണം. അമ്മ വീണ് മരിച്ചെടുത്ത്. നിങ്ങളൊക്കെ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ പറ്റിയല്ലേ ചോദിക്കുന്നത്. എന്തായാലും എന്നോട് പറഞ്ഞാലെന്താ? അതിനെന്തെങ്കിലും പറയാനുണ്ടായിട്ട് വേണ്ടേ? കാർത്തി ചേച്ചിയും പറയില്ലല്ലേ? കണ്ടതും കേട്ടതും ഒക്കെ ഞാനും പറഞ്ഞു. ഇനി എന്താന്നാ? ഈ ചേട്ടൻ ഒരുത്തനാ കുഞ്ഞിന്റെ മനസ്സ് അലങ്കോലപ്പെടുത്തിയത്. എടി കാർത്തു, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഞാനും അത് തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിങ്ങനൊക്കെ ചോദിക്കാൻ പറയാൻ ചെയ്യണോ? എടി കാല് തെറ്റിയ കാര്യം പറഞ്ഞപ്പോ എന്റെ വാക്ക് തെറ്റിയതല്ല കുഴപ്പം. പൊന്മുടിയിലേക്ക് പോണോന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർക്കുന്നു. അതാ കാര്യം. മനസ്സിലായോ? എന്നാ പിന്നെ കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? ഞാനങ്ങ് പറഞ്ഞു തരാം. ആയാ കോയാന്നും പറഞ്ഞ് നീയും പോയതല്ലേ പൊന്മുടിക്ക്. എല്ലാം അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു കൊടുക്ക്. ആ നാശം പിടിച്ചവൻ അവിടെ വെച്ച് കണ്ടതും അത് കാരണം പിന്നെ അല്ലാതെ എന്തോന്ന് ചെയ്യൂടി? ഇത് കുഞ്ഞു ഒരു വാശിക്കാരിയാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഈശ്വര. വിധു എവിടെ? അവക്ക് ഊണൊന്നും വേണ്ടേ? അവള് മുറിയടച്ച് അകത്തിരിപ്പ. എന്ത് പറഞ്ഞിട്ടും തുറക്കുന്നില്ല. അവക്ക് വിശക്കുന്നില്ലെന്ന്. അങ്ങനെ കൊണ്ട് വിശക്കായിരുന്നു ദിവാകരനുണ്ടോ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നമ്മൾ വാഴ വെല്ലിപ്പിടിക്കാൻ വന്നതല്ല. ഒരാൾ മതി, കൂടെ മാറിയേക്ക്.
മോളെ വിധു, വാതിൽ തുറക്ക്. ഇത് കേശവമാനാ. വിധു മോളെ, നീ എന്താ ഉറങ്ങണോ? എന്താടി? അല്ല, അവൾ ഉറങ്ങുകയാണെങ്കിലേ ചേട്ടന്റെ ചോദ്യം അവള് കേൾക്കുവോ? വിധുമോളെ, നിന്റെ കേശവമാനായി പറയണത്. നിനക്ക് വിശക്കണില്ലെങ്കിൽ കേശവമാനും വിശക്കണില്ല. ദേ, ഈ വാതിലിന്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം രക്ഷിക്കാൻ പോവാ. വിധുമോള് വന്നില്ലെങ്കിൽ മരണം വരെ കേശവമാൻ ഇവിടെ ഇരിക്കും. എനിക്കറിയില്ലേ കേശവമാൻ വിളിച്ചാ മോള് വരാതിരിക്കില്ലെന്ന്. ദിവാരൻ പോയി. ഒന്നും കഴിച്ചില്ലേ? കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിച്ചു. കുഞ്ഞിന് വിളമ്പി കൊടുക്കും. കാർത്തു, ഇവിടെ വരുമ്പോഴാ ഈ വീട്ടിനൊരു അനക്കം വയ്ക്കാറ്. ഈ കണക്കിനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്ന നമ്മളും മിണ്ടാപ്രാണികളായി പോകും. മോളെ, നീ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പൊന്മുടി ഒന്ന് പോയിട്ട് എന്ത് നേടാനാ? നിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ നിന്നോടൊപ്പം ഉണ്ടാവും. നേരെ കുഞ്ഞെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നിന്നെ നോക്കാനായി എന്നെ ഇവിടെ നിർത്തിയത്. സത്യം പറഞ്ഞ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എപ്പോഴെങ്കിലും നിന്റെ അമ്മ നിന്നെ എന്റെ കയ്യിലോട്ടൊന്ന് തന്നിട്ട് വേണ്ടേ? മോൾ എന്നത്തെയും പോലെ ഇവിടെ പാട്ടും കളിയുമായി ചിരിച്ചു കഴിയണം. മുഖം ഉയർത്തിയിരിക്കും മോളെ. ഇങ്ങോട്ട് നോക്കിയേ. എന്താ? ദിവാകരന്റെ മകളും ഞാനും വേറെ 10-12 പേരും കഴിഞ്ഞു കൊടുന്ന വീടായിരുന്നു. എന്താ മനസ്സിലായില്ലേ? ഞാനത് ചോദിക്കട്ടെ, ഇത് വീടോ അല്ല ശവപ്പറമ്പോ? കേശവമാൻ, ദിവാകരൻ ഇവിടെ ജീവിക്കുന്നു, അതുപോലും അറിയുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യം വിടൂ. തെറ്റും കുറ്റവും എന്താണെന്ന് അറിയാത്ത ഒരു മകളുണ്ടല്ലോ. അവൾ എനിക്ക് ജീവനാണ്. സംസാരിക്കുന്ന കാര്യത്തിൽ ലുബ്ധനാണല്ലോ ദിവാകരൻ. അതുകൊണ്ട് ഞാൻ സഹായിക്കാം. ഈ കാണായ സ്വത്തുക്കളെല്ലാം അവൾക്കുള്ളതാണ്. അവൾക്ക് വേണ്ടിയാണ് ദിവാകരൻ ജീവിക്കുന്നത് തന്നെ. അവളെ മനസ്സും ജീവനും അർപ്പിച്ച് സ്നേഹിക്കുന്നു. സമയമാവുമ്പോ കൊള്ളാവുന്ന ഒരുത്തനെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ കുഞ്ഞുകുട്ടികളോടുകൂടി സസുഖം ജീവിക്കുന്നത് കണ്ടുകൊണ്ട്... അതെ കേശവമാൻ, അതെ. വെറും സ്വപ്നമാണ് ദിവാര, നടപ്പില്ല. അമ്മ വീട് വിട്ടിറങ്ങിയപ്പോ, അച്ഛൻ മരിച്ചപ്പോ അന്ന് മിണ്ടാപ്പൂച്ച ആയതാ. ആ കാര്യത്തിൽ ദിവാകരനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന ദിവാകരൻ മകളെ ആ ഗതികേടിലെത്തിച്ചിരിക്കും. നാവ് പോലെ അല്ല തലയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ.